ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. May the name of Lord Jesus Christ be glorified. ഈ വിശുദ്ധ പൽക്കാലം നമുക്കൊന്ന് ചെന്ന വിലപ്പെട്ട കൂട്ടായ്മ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. I thank God for giving us this wonderful opportunity to come and praise His holy name. 6 മാസമായി ഇവിടെ ആയിരിക്കാൻ കർത്താവ് കൃപ നൽകി. God gave me the grace for the last 6 months I have been here. ഇവിടെ വിശേഷിച്ച് കർത്താവിൻ്റെ വിലപ്പെട്ട ദാസന്മാർ എനിക്ക് തന്ന ശുശ്രൂഷ അവസരങ്ങൾക്കായി ഞാൻ വളരെ നന്ദിയുള്ളവനാണ്. I'm very thankful to the pastors over here for giving me the opportunity for ministering. സഭായോഗങ്ങളിലും അതുപോലെ ഇടദിവസങ്ങളിലെ മീറ്റിങ്ങുകളിലും പങ്കെടുപ്പാൻ കർത്താവ് കൃപ നൽകിയതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. I thank God for I was given the opportunity to preach not only in Sunday service but also in midweek meetings. അവരുടെ കുടുംബത്തോടും പ്രത്യേകം ഞാൻ നന്ദി അറിയിക്കുകയാണ്. I'm thankful to their pastors and as well as their families. അവരുടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. I thank God for their prayers. മാത്രമല്ല എല്ലാ സഹോദരന്മാരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. I praise God for all the brothers and sisters in this church. ഇവിടെയുള്ള പ്രിയപ്പെട്ടവരെല്ലാം എൻ്റെ മക്കളും എൻ്റെ സഹോദരന്മാരും ആണെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. Pastor very much believes that actually everybody here is his brothers and sisters and he loves everyone. നിങ്ങളുടെ എല്ലാ സ്നേഹത്തിനും എനിക്ക് വലിയ നന്ദിയുണ്ട്. I'm very thankful for all the love you're showing me. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. I thank God for the prayers you're giving me. നമ്മൾ രാവിലെ ദൈവത്തിന്റെ വചനം കേൾക്കുവാനിടയായി തീർന്നതിനായി ഞാൻ വീണ്ടും ദൈവത്തെ സ്തുതിക്കുന്നു. I thank again God for the amazing word we heard in the morning. എന്നെ ശബ്ദം ഈ കേൾക്കുന്ന വീടുകളിൽ ഇരിക്കുന്നവർക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. I thank God for whoever's hearing me online in their houses. നമുക്ക് ഇന്ന് കൂട്ടായ്മയെല്ലാം ഓർത്ത് ഞാൻ ഒരു വട്ടം കൂടെ ദൈവത്തെ സ്തുതിക്കുകയാണ്. I thank God once again for the amazing gatherings He has given us. ദൈവവചനത്തിന്റെ ഭാഗം നമുക്ക് ചിന്തിക്കാം. Let us read from the Word of God. John chapter 15, 26 and 27. യോഹന്നാന്റെ സുവിശേഷം 15 അധ്യായം 26 27 വാക്യങ്ങൾ. John chapter 15 verses 26 and 27. Yeah. ഞാൻ പിതാവിൻ്റെ അടുക്കൽ നിന്ന് നിങ്ങൾക്കുള്ള അയപ്പാനുള്ള കാര്യസ്ഥനായി പിതാവിൻ്റെ അടുക്കൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവ് വരുമ്പോൾ അവൻ എന്നെക്കുറിച്ച് സാക്ഷ്യം പറയും. നിങ്ങളും ആദ്യം മുതൽ എന്നോടുകൂടെ ഇരിക്കൊണ്ട് സാക്ഷ്യം പറയും. But when the Comforter is come, whom I will send upon you from the Father, even the Spirit of truth, which proceedeth from the Father, he shall testify of me. And he also shall be a witness, because ye have been with me from the beginning. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് തൻ്റെ ശുശ്രൂഷയുടെ അവസാന ഭാഗങ്ങളിലേക്ക് വന്നപ്പോൾ അപ്പോസ്തലന്മാരെ ധൈര്യപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ഇത് നമ്മൾ വായിച്ചത്. These two verses are an amazing verses which we see Jesus was encouraging his apostles towards the end of his ministry. സത്യാത്മാവ് വരുമ്പോൾ അവൻ എന്നെക്കുറിച്ച് സാക്ഷ്യം പറയുമെന്നാണ്. We speak when the Spirit of truth comes, he shall testify about me. പരിശുദ്ധാത്മാവ് നമ്മളെ കാണിച്ചു തരുന്നത് യേശുക്രിസ്തുവിനെ കുറിച്ചാണ്. Holy Spirit will show us Jesus Christ. യേശുക്രിസ്തുവിനെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കി തരുന്ന പരിശുദ്ധാത്മാവാണ്. It is Holy Spirit who clearly defines or teaches us about Jesus Christ. മാത്രമല്ല നിങ്ങളും ആദ്യം എന്നോടുകൂടി ഇരിക്കൊണ്ട് സാക്ഷ്യം പറയുവിനാവും. So he says to the apostles, since you are all from the beginning with me, you also bear witness. കർത്താവ് തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്ത പടിയുള്ളത് നമ്മളൊരു സാക്ഷ്യമായിരിക്കുക എന്നുള്ളതാണ്. If God has chosen us all, the next step that we are supposed to do is bear witness. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും കർത്താവിന്റെ സാക്ഷികളാണ്. Everybody who is sitting here is a witness of Christ. നിങ്ങൾ കർത്താവിനെ കുറിച്ച് പറയണം എന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ്. I am telling you that you should all speak about Jesus Christ. അതെങ്ങനെയായിരിക്കണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. How should this be done? That's what Jesus looks for. നമ്മുടെ ജീവിതം തന്നെ ഒരു സാക്ഷ്യമായി തീരണം. Jesus wants that our own life should be a witness. അപ്പോസ്തലപ്രവൃത്തി 1:8 വാക്യത്തില് പ്രത്യേകം പറയുന്നുണ്ട്. അപ്പോസ്തലന്മാരോട് പറയുന്ന ഒരു കാര്യമുണ്ട്. വായിക്കാം. The book of Acts chapter 1 verses 8. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിൽ എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകുമെന്ന് പറഞ്ഞു.
But ye shall receive power after that the Holy Ghost is come upon you. Ye shall be witness unto me both in Jerusalem and in all Judea and in Samaria and unto the ends part of the earth. ആദ്യം യെരൂശലേമിലാണ് സാക്ഷ്യം വഹിക്കേണ്ടത്. You say that first it starts at Jerusalem. നമ്മളെല്ലാവരും യെരൂശലേമിൽ പോയി സാക്ഷ്യം വഹിക്കാൻ നോക്കുന്നുണ്ടോ? Can we all go to Jerusalem and take witness? ഇല്ല. No. നമ്മൾ ആദ്യം സാക്ഷ്യം വഹിക്കേണ്ടത് നമ്മുടെ ഭവനത്തിലായിരിക്കണം. Our first witness starts when we are in house. അടുത്ത കഴിഞ്ഞ് യഹൂദിയയിലായിരിക്കണം. And then next is Judea. അവൻ വളർന്ന ആ യഹൂദിയയിലാണ് അവൻ സാക്ഷ്യം വഹിച്ചത്. So he became a witness at a place where he grew up. ശമര്യയിൽ കുറച്ചുകൂടി അടുത്ത് ബന്ധപ്പെട്ടവരുടെ അടുത്ത് പിന്നെ കുറെ ശമര്യയിൽ. And then he talked about Samaria, which is a nearby place to the Judea. പിന്നെ വേണം ഭൂമിയുടെ അറ്റത്തോളം പോകും. And then you should go to the end of the earth. നമുക്ക് വീട്ടിലൊരു സാക്ഷ്യമില്ലെങ്കിൽ പോയി ഭൂമിയുടെ അറ്റത്ത് പോയാൽ യാതൊരു പ്രയോജനവും. If we don't have a good witness at our home, then there's no point in going there. നമ്മുടെ വീട്ടിലൊരു സാക്ഷ്യമായിരിക്കണം. So we all should be first witness in our church. നിന്റെ ഭാര്യയോട് ചോദിക്കുമ്പോൾ അറിയാം അവന്റെ സാക്ഷ്യം. When you ask your wife, you will know your testimony. എനിക്കാണെങ്കിൽ മക്കളോട് ചോദിക്കണം നിങ്ങളുടെ സാക്ഷ്യം. For about me, you speak to others, you will know your witness. ഞാൻ പറയുന്ന കാര്യമാണിത്. I want to speak openly. എനിക്ക് വീട്ടിൽ സാക്ഷ്യമില്ലെങ്കിൽ അല്ലെങ്കിൽ യെരൂശലേമിൽ സാക്ഷ്യമില്ലെങ്കിൽ ഭൂമിയുടെ അറ്റത്തോളം പോയിട്ട് യാതൊരു പ്രയോജനവും ഇല്ല. There is no use in going to the ends of the earth if you don't have a witness in your place. അതുകൊണ്ട് നമ്മൾ സാക്ഷികളാകേണ്ടത് എപ്പോഴും നമ്മൾ സാക്ഷികളായിരിക്കണം. We should be always a good witness. നമ്മുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ നമ്മൾ പറഞ്ഞുകൊണ്ട് കാര്യമില്ല. If you don't practice in your life, there is no point in talking about it. പ്രസംഗം പറഞ്ഞാലും കാര്യമില്ല. എൻ്റെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ യാതൊരു കാര്യവുമില്ല. If we preach about it and still don't do it in our life, there is no use. അതുകൊണ്ട് നല്ല സാക്ഷ്യം വഹിപ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ. So let the Holy Spirit help you to bear good witness. എന്നാൽ നിങ്ങൾ സാക്ഷ്യം പറയുക തന്നെ ചെയ്യണം. And you should be able to bear witness for Jesus. എൻ്റെ ഒരു സാക്ഷി എന്ന് പറയാനാണ് എനിക്ക് വലിയ ആഗ്രഹമുണ്ട്. I wanted to give it a small testimony about myself, Pastor. ഞാൻ ഇതുവരെയും നിങ്ങളോട് സാക്ഷ്യം തുറന്ന് പറഞ്ഞില്ല. There is something that I have never told in this church so far. ഞാൻ പോവുകയല്ലേ ഈ സാക്ഷ്യം കൂടെ പറഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചു. Pastor is saying that actually since he's leaving, it's the right time to speak about it. ഞാൻ ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭാഗമായി ജനിച്ചവനാണ്. Pastor was born as a part of the British Indian. എന്ന് പറഞ്ഞാൽ 1946 ഒരു ഓർത്തഡോക്സ് ഭവനത്തിൽ ജനിച്ച വ്യക്തിയാണ്. Pastor was born in an Orthodox family in 1946. ഇവിടെ ഇരിക്കുന്നവരെല്ലാം ഇന്ത്യയിൽ സ്വതന്ത്ര ഇന്ത്യയിൽ ജനിച്ചവരാണ്. Everybody sitting here was born into an independent India. സണ്ണിച്ചാനൊക്കെ ഉള്ളൂ പഴയ ഇന്ത്യയിൽ ജനിച്ചവര്. It's probably Pastor and Sandy Appachan and who would have been born into the old India. സ്വാതന്ത്ര്യം അനുഭവിച്ചവരാ. You all have seen the independence. ഞങ്ങൾ അടിമത്വത്തിലായിരുന്നു. We were in slavery. അതുപോലെ തന്നെ ഒരു അടിമത്വത്തിലായിരുന്നു ഞാൻ. In the same way, Pastor says he was in a slavery. ഓർത്തഡോക്സ് ഫാമിലി ജനിച്ച ഒരു അടിമത്വം എനിക്ക് ഉണ്ടായിരുന്നു. I was in slavery, born into an Orthodox family. എൻ്റെ 23-ാമത്തെ വയസ്സിലാണ് ഞാൻ രക്ഷിക്കപ്പെടുന്നത്. It was at the age of 23 Jesus was accepted. അത് ഞാൻ സൺഡേ സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ദൈവത്തിന്റെ വചനം എന്നോട് തന്നെ ഇടപെട്ടത്. He was teaching Sunday school and then the word of God actually spoke to him. വീട്ടിൽ വന്ന് ദൈവത്തിന്റെ വചനം വീണ്ടും ധ്യാനിച്ചപ്പോൾ ഞാനൊരു പാപിയാണെന്ന് ബോധ്യമായി. When the pastor came back home and read the word again, he understood actually he is a sinner. ദൈവസന്നിധിയിൽ നിലവിളിച്ചു. He cried unto the Lord. ഞാൻ കുർബാന കൊള്ളുന്നവനും കുമ്പസാരിക്കുന്നതിനൊക്കെ ആയിരുന്നു. I used to give prayers in the Orthodox family church. എന്നാൽ എനിക്കൊരു സമാധാനം കിട്ടിയില്ല. But I never had peace in my life. എന്നാൽ യേശുക്രിസ്തു എന്നിൽ വന്നപ്പോൾ And when Jesus Christ came in my life, എനിക്ക് വലിയ സമാധാനം ലഭിച്ചു. I got great peace in my life. എൻ്റെ 23-ാമത്തെ വയസ്സിലാണ്. At the age of 23 it happened. ആ സമയത്ത് ഞാൻ പിശാച് ഒരു തന്ത്രം കൂടെ എന്നെ കൊണ്ടുവന്നു. At that time actually Satan took a tactics on me. നീ രക്ഷിക്കപ്പെടുകയൊക്കെ ശരിയാ, നീ സ്നാനപ്പെടുകയൊന്നും വേണ്ട. The Satan told him like, okay, it is good you got repented, but don't take baptism. നിന്നെ കൊച്ചുനാളിൽ കൊണ്ട് മാമോദിസ മുക്കിയിട്ടുണ്ടല്ലോ. At a young age you took a baptism as a child. മാമോദിസ മുക്കിയിട്ടുണ്ടല്ലോ. Satan is telling to the pastor that you have already taken a baptism. സ്നാനപ്പെടുകയൊന്നും വേണ്ട. So you don't have to take an adult baptism. എന്നെ കേൾക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ സ്നാനം ദൈവത്തിന്റെ വചനമാണ്, അത് ചെയ്യുക തന്നെ ചെയ്യണം. Anybody hearing me, let me tell you that baptism is a commandment of God. You have to take it. സമ്മതിച്ചില്ല. എൻ്റെ ഹൃദയത്തോട് പറഞ്ഞു, നീ എന്നോട് ചേർന്നിട്ടില്ല എന്ന്, കർത്താവിനോട് ചേർന്നിട്ടില്ല എന്ന് എന്നോട് ഹൃദയം പറഞ്ഞു. The Holy Spirit insisted pastor's heart saying that you have not come closer to God yet.
ഞാൻ സ്നാനപ്പെടാൻ തീരുമാനിച്ചു. Pastor took the decision to take എന്ത് baptism. പ്രതികൂലങ്ങൾ വന്നാലും ഞാൻ സ്നാനപ്പെടാൻ തീരുമാനിച്ചു. Pastor, despite of any challenges, Pastor decided to ആ take baptism. സമയത്ത് ഞാൻ ഒരു രോഗിയായി മാറി. And the pastor turned out to be ill at that ഒരു time. എൻ്റെ കാലിന് പെട്ടെന്ന് 2 ഇഞ്ച് നീളം കുറഞ്ഞു പോയി. We see that pastor had an issue with his leg where his leg became short. കോട്ടയം മെഡിക്കൽ കോളേജിൽ എന്നെ അഡ്മിറ്റ് ആക്കി. Pastor was admitted to the Kottayam Medical College. 24 ദിവസം അവിടെ കിടന്നു. എന്നെ ഈ നരമ്പ് വലിച്ചത് നേരെയാക്കി. They actually was admitted for 24 days and then actually they pulled his nerve to make ആ it straight. കിടപ്പിൽ ഞാൻ തീരുമാനിച്ചു ഉടനെ ഇത് കഴിഞ്ഞ ഉടനെ ഞാൻ സ്നാനപ്പെടുന്നു. Pastor took a decision that once this is over, I will take my baptism. സ്നാനപ്പെട്ടു. Pastor took the baptism. വീട്ടിൽ നിന്ന് അനേക പ്രതികൂലങ്ങൾ വന്നു. There was a lot of challenges from my own house. അടിച്ചെന്നെ ഇറക്കി. They actually outstepped from my house. ഓരോ ഇടിയും കൊള്ളുമ്പോൾ എനിക്ക് ഒന്നുകൂടെ ബലം കിട്ടുക. Every time I was punched, I was becoming more strong. ഞാനതെല്ലാം ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. I thank God for all those incidents. അവിടെ ആ ദേശത്ത് ഞാൻ മാത്രം, എൻ്റെ കുടുംബത്തിൽ മാത്രമല്ല, ഞാനൊരു ഗ്രാമത്തിലാണ് ജനിച്ച്, അവിടെ ഞാൻ മാത്രമേ ഉള്ളൊരു വിശ്വാസി. Pastor was the only person to be a believer from the whole family and that village. ഇപ്പോഴും ആരും തന്നെ വന്നിട്ടില്ല. Even these days, actually, nobody has come from there. ആരും വന്നിട്ടില്ല. None from my family has come. അവിടെ നല്ല സാക്ഷ്യം വഹിക്കാൻ കർത്താവ് സഹായിക്കുന്നു. But God gave me a good witness there. ഞാൻ ദൈവത്തെ വാഴ്ത്തുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്നു. I praise and thank God. അതിനുശേഷം ഞാൻ ഹല്ലേലൂയ പിന്നെ ദൈവത്തിൻ്റെ വചനം എന്നെ വളരെ ധൈര്യപ്പെടുത്തി. And after that, the word of God strengthened me a lot. ആദ്യകാലത്ത് ഞാൻ പക്ഷേ കെ എബ്രഹാം ഉണ്ണുണ്ണി സാറിൻ്റെ പുസ്തകങ്ങളാണ് ആദ്യം ഞാൻ വായിച്ചിരുന്നു. So initially, Pastor was reading the K. Abraham sir's books initial days. ഉണ്ണുണ്ണി സാറിനെ കണ്ടിട്ടുള്ളൊരു വളരെ കുറവായിരിക്കാം. There would be less people who would have seen him before. ഒരു വളരെ ഭക്തനായ മനുഷ്യനായിരുന്നു. He was an amazing man of God. IPCയുടെ സ്ഥാപകനായ ഉണ്ണുണ്ണി സാറ്. He is the founder of the IPC Church. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളെല്ലാം ഞാൻ വായിച്ചപ്പോൾ, അതായത് പിന്നെ പ്രവചന പ്രദീപിക, 7 പ്രതീക്ഷ, പിന്നെ അതുപോലെ തന്നെ മഹദിയാം ബാബിലോൺ, അതുപോലെ പരിശുദ്ധാത്മ സ്നാനം എന്നുള്ള പുസ്തകങ്ങളൊക്കെ ഉണ്ട്. There are amazing books written by this K. Abraham sir. I happen to read all these amazing books. അത് വായിച്ചപ്പോൾ ഈ വ്യക്തിയെ ഒന്ന് കാണണമെന്ന് എനിക്ക് ആഗ്രഹമാണ്. Then actually there came a desire in my heart to see the writer of these books. എനിക്ക് കുമ്പനാടൊന്നും അറിയത്തില്ല. I didn't know how to go to Kumbanada those days. അന്വേഷിച്ച് അവിടെ ചെന്നു. I actually made some enquiries and I was able to reach അവിടെ there. ബസ് ഇറങ്ങിയിട്ട് അങ്ങോട്ട് നടന്നു ചെല്ലുമ്പോൾ ആ ദേവദാസൻ എന്നെ കണ്ട് ഇറങ്ങി വന്നു. I see that actually when I got off the bus and I was walking towards the building, the pastor came out of the ആ building. ദേവദാസന്റെ വിനയം എപ്പോഴും എൻ്റെ ഹൃദയത്തിലുണ്ട്. The humbleness of the amazing man was still in my heart. എന്നെ അകത്ത് കൊണ്ടുപോയി. ഞാനൊരു പയ്യനാ. He's a young man, so I was a young man, so he didn't take me inside. എന്നെ പിന്നെ അദ്ദേഹം ദൈവത്തിൻ്റെ തൻ്റെ സാക്ഷി എന്നോട് പറഞ്ഞു. He spoke about his testimony to me, എൻ്റെ സാക്ഷി എന്നോട് ചോദിച്ചു. and he asked about the pastor's testimony അതുകൊണ്ട് to അദ്ദേഹം പറഞ്ഞത്, മോനെ ധൈര്യത്തോടെ നിന്നോണം, and he encouraged him saying, be വചനം പ്രസംഗിക്കണം. preach about the word of God. ഇതെൻ്റെ ഹൃദയത്തിൽ ആഴമായി പ്രവർത്തിച്ചു. This actually went deep in my heart, എന്നെ അനുഗ്രഹിച്ചു പ്രാർത്ഥിച്ചു. and he blessed him and prayed for the pastor. കർത്താവിൻ്റെ വേലയിൽ വർദ്ധിച്ചു വരണമെന്ന് പറഞ്ഞു. He said actually you should grow in the ministry of God. ഞാൻ ഒരു വിശ്വാസിയാൻ ആഗ്രഹിച്ചല്ല, I did not want to even be a believer. ഒരു പാസ്റ്ററാൻ ഒട്ടും ആഗ്രഹിച്ചല്ല. I never thought about becoming a pastor. ഞാൻ ഇത് പരിഹസിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. I'm a person who always made fun of this, ഞാനത് എടുക്കേണ്ടി വന്നു. but at last I had to take the അങ്ങനെ ministry. 74, 75 വർഷങ്ങളിൽ ഞാൻ ബൈബിൾ കോളേജിൽ പോയി പഠിച്ചു. So in the year 74, 75, I happened to go to a Bible college to study. 74 ഉണ്ണൂർ സാർ മരിക്കുന്നത്. It was in the year 74 when I happened to pass away. ഞാൻ ആ സമയം അവിടെ ഉണ്ട്. I was there at that time. അങ്ങനെ 75 പാസ്സായതിനു ശേഷം ക്രൂസൈഡ് പ്രവർത്തനം തുടങ്ങി. After 75, I went to work with the crusade. 1978 എൻ്റെ വിവാഹം. It was in 78 I got married. ബോംബെയിലായിരുന്നു എൻ്റെ വൈഫ് ജോലി ചെയ്യുന്നത്. Pastor's wife was working in Bombay. അപ്പം പല കല്യാണങ്ങൾ ആലോചിച്ചിട്ടും വീട്ടുകാർ സമ്മതിക്കുകയില്ല. There was different alliances which came, but the house was not interested. സഭക്കാർ തന്നെയാണ് എൻ്റെ കല്യാണം നടത്തിയത്. It was a church who took the initiative for my marriage. എൻ്റെ മാതാപിതാവ് ഒന്നും അവർ സംബന്ധിച്ചില്ല. None of my parents were interested പിന്നെ in that. കല്യാണം കഴിച്ച് ഇങ്ങോട്ട് വന്നേക്കരുതെന്ന് പറഞ്ഞു. And they told pastor that actually after you get married, don't come to house. കല്യാണം കഴിച്ചു. കോട്ടയം മാമ്പഴ ഹാളിൽ വെച്ചായിരുന്നു അതിൻ്റെ റിസപ്ഷൻ. Pastor got married at Kottayam and then. അതിനുശേഷം ഞങ്ങൾ ബോംബെയിലേക്ക് പോയി. And they left for Bombay. അവിടെ പോയി പിന്നെ
പിന്നെ എനിക്ക് ഒരു സഭയൊന്നുമില്ല. I didn't have any church when I went there. അവിടെ പോയി ഞാൻ പ്രാർത്ഥന തുടങ്ങി. And from reaching there, I started my അന്ന് prayer. വൈഫിന് ജോലി ഉണ്ടായിരുന്നു. വൈഫ് ജോലിക്ക് പോകും. Wife would have had a job, so she ഞാൻ went for വീട്ടിൽ job. നിന്ന് പ്രാർത്ഥിച്ച് കരഞ്ഞ് പ്രാർത്ഥിക്കും. Pastor would to spend amazing time in prayer എനിക്ക് and ബോംബെ tears. ഒന്നും അറിയത്തില്ല. God, he didn't know much about Bombay. അങ്ങനെ പരിശുദ്ധാത്മാവ് ഒരു 5-6 മാസം കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, നീ ഇറങ്ങി ഈ ക്വാർട്ടേഴ്സിലൊക്കെ പോയി സാക്ഷ്യം പറയാൻ പറഞ്ഞു. And one day after 6 months, the Holy Spirit told him, you step out of the house and go into the quarters and preach your ഞാൻ testimony. ഓരോ ക്വാർട്ടേഴ്സിലും പോകാനിടയായി തീർന്നു. I started going into each quarters near my house. ഒരു റൂമിൽ 10-12 പിള്ളേരാണ്, 10-15 പിള്ളേരാണ് താമസിക്കുന്നത്. In each quarters, there are almost 10 to 15 people living there. നാട്ടിൽ നിന്ന് വന്ന് വളരെ പാവപ്പെട്ട പിള്ളേര്. People who have come from a very tough background are living there. അവർക്ക് ആഹാരമില്ല, They don't have enough food. അവരുടെ പണമില്ല. They don't have money. പിന്നെ ഒരു മുറിയിലാണ് എല്ലാം കൂടെ കിടക്കുന്നത്. They're all adjusting in one room. എന്നാൽ അങ്ങനെ ഉള്ള അനേക മുറികളുള്ളവരുണ്ട്. There are also people with several rooms. ഓരോരുത്തരെയും കണ്ട് സുവിശേഷം പറയാൻ തുടങ്ങി. I started preaching about gospel each and every month. സന്തോഷമായി തീർന്നു. Most of the people received ഞങ്ങളെ it. ഒരാൾ അന്വേഷിക്കാൻ വന്നല്ലോ എന്നൊരു ആഗ്രഹം വന്നു. They were happy that there were people to inquire ഞാൻ about them. ഹല്ലേലൂയ, അവരെ സ്തോത്രം ഹല്ലേലൂയ വീട്ടിലോട്ട് ക്ഷണിച്ചു. I had invited them to my house. അവർക്ക് എൻ്റെ വൈഫ് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുവായിരുന്നു. My wife would make food for them. അങ്ങനെ പിന്നെ അവര് വചനം കേട്ടു. And they heard the word of God. അവർ വിശ്വാസത്തിൽ വന്നു. They came to believe അവരെ Christ. കൂട്ടി സഭ ആരംഭിക്കാനിടയായി തീർന്നു. And then with those people I started a church. 79 അവിടെ സഭ ആരംഭിച്ചു. And in 79 pastor started a church. അനേകര് അവിടെ കടന്നു വന്നു. Lot of people came into Christ. ഞാൻ അന്ന് 65 വയസ്സുള്ള ഒരു അമ്മച്ചിയെ സ്നാനപ്പെടുത്തി ഇപ്പോൾ ഓർക്കുന്നുണ്ട്. I still remember a 65-year-old grandma happened to get baptized അമ്മച്ചി those days. നിത്യയിലേക്ക് കടന്നു പോയി. And then she left. 34 വർഷക്കാലം ഞാൻ ബോംബെയിൽ പ്രവർത്തിച്ചു. Pastor was in Bombay ministering for 34 years. ആ ഇടയ്ക്ക് എനിക്ക് ഒരു സ്കൂട്ടർ തന്നു. In those days I got a scooter. ഒരാൾ തന്നതാ. One person gave it to me. എൻ്റെ കയ്യിൽ കാശൊന്നും ഇല്ലായിരുന്നു. Pastor did not have the money to buy. അപ്പം ആ സ്കൂട്ടർ പിന്നെ സുവിശേഷ വേലയ്ക്ക് പോകുമായിരുന്നു. I used to use that for ministering the word. അങ്ങനെ മക്കൾ അവിടെ ഉണ്ടായി. And God was blessed us with children. എനിക്ക് 4 മക്കളെയും വൈഫിനെയും കൂട്ടിക്കൊണ്ടാണ് ഞാൻ ഈ സ്കൂട്ടറിൽ പോകുന്നത്. With this scooter, Pastor used to take his wife and 4 children in that scooter. 32 വർഷക്കാലം ഞാൻ സ്കൂട്ടർ ഓടിച്ചു. I drove the scooter for 32 years. ഞങ്ങൾ 5 പേര്, നിങ്ങൾ അതിശയിക്കുക, 5 പേര് നിങ്ങൾ കാറെ കൊള്ളുന്ന ആൾക്കാർ ഒരു സ്കൂട്ടറിൽ. You might have surprised how 5 people were able to adjust in one scooter. ഞാൻ ഓടിക്കും. Pastor would be driving. വൈഫ് പുറകിലിരിക്കും. Wife would be sitting behind. വൈഫിന്റെ മടിയിൽ മോളിരിക്കും. The daughter will be sitting in the wife's lap. ഇടയ്ക്ക് ജിം നിൽക്കും. Jim will be standing in front. ഇരിക്കും In the back seat. രണ്ടാമത്തെ മോന് മുൻപിൽ സ്കൂട്ടറിന്റെ മുമ്പിൽ നിൽക്കും. The second son would be standing in front of the scooter. ഞാനിങ്ങനെ ഓടിക്കും. And he would drive. 1-2 പ്രാവശ്യം ഞങ്ങൾ മറിഞ്ഞു വീണിട്ടുണ്ട്. There are a couple of times actually we have fell from the ഓടി scooter. വന്നവരും വന്ന് ഞങ്ങളെ പൊക്കിയിട്ടുണ്ട്. There are other people who have come and lifted us അങ്ങനെ up. പോയ സമയമൊക്കെ ഓർക്കുകയാണ്. I still remember those days. അത് കഴിഞ്ഞിട്ട് പിന്നെ സ്തോത്രം മക്കള് എനിക്കൊരു കാറ് മേടിച്ചു തന്നു. And after that my children bought a car for me. ഞാനും വയസ്സനായി, കാറും വയസ്സനായി. Even me is actually old, even the car has become old. ഇപ്പോൾ ആ വയസ്സുള്ള കാറ് തന്നെയാണ് ഞാൻ ഓടിക്കുന്നത്. I'm still driving the same old car. ഇപ്പം എനിക്ക് സ്കൂട്ടർ ഓടിക്കാനൊക്കെ ഇല്ല. I cannot ride a scooter ഞാൻ now. പറഞ്ഞ ഓരോ മീറ്റിങ്ങിലും ഞങ്ങൾ പോകുമായിരുന്നു. Each and every meetings we used to go. ആരും വെറുതെ വിടുകയില്ല. We would not let go any meetings. കാണുന്നവരോട് സുവിശേഷം പറയും. We will preach about gospel to everyone. വീട്ടിലോട്ട് വിളിക്കും. We will invite them home. അവരെ സൽക്കരിക്കും, ശുശ്രൂഷിക്കും. We will give them good feast and then give them good ministering of word. എനിക്ക് ദൈവമക്കളെ വലിയ സ്നേഹമാണ്. I love the children of God. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. I praise and bless the Lord. എൻ്റെ സാക്ഷ്യം പറയേണ്ടത് ആവശ്യമാണെന്ന് എനിക്ക് തോന്നി. I felt that actually I should talk about my testimony. എൻ്റെ മക്കൾ ഇവിടെ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇവിടെയൊക്കെ വന്നത്. I came here because actually I have my children over here. ആദ്യം ഞാൻ ഇന്ത്യ വിടുന്നത് കാനഡയിലാണ് വരുന്നത്. After leaving India, this is the first time I'm coming out of India is in Canada. രണ്ടാമത്തെ മോൻ അമേരിക്കയ്ക്ക് പോയി. My second son went to States. I went there too. അങ്ങനെ പോയപ്പോൾ When I went there, ഒരു രാത്രിയിൽ ദൈവാത്മാ ശക്തമായി എന്നോട് ഇടപെട്ടു. one night the Spirit of the Lord spoke to me. ഒരു വചനം, ഞാൻ ഉറങ്ങിക്കിടക്കുക, ഒരു വചനം തന്നു. He gave me a word while I was sleeping. ആ വചനം ഞാൻ വീണ്ടും മയങ്ങിക്കിടക്കുക. I was still in my sleep. വീണ്ടും
വീണ്ടും എൻ്റെ ഹൃദയത്തിലേക്ക് ആഴമായി വന്നു. The second time, the Holy Spirit was deeply talking to me. ആ വചനം എവിടെയാണെന്ന് എനിക്കറിയത്തില്ല. I don't know which part of the Bible that word came from. ഞാൻ രാത്രി തന്നെ എഴുന്നേറ്റു, I got up in the night itself. വചനം തപ്പി. I started looking for that word in the Bible. 2 Corinthians chapter 12:14 ആയിരുന്നു. 14 രണ്ടാമത്തെ ഭാഗം. 2 Corinthians Chapter 12, verses 14. വായിക്കണേ, ഒച്ചത്തിൽ വായിക്കണമായിരുന്നു. കോരിന്ത്യർക്ക് പൗലോസ് രണ്ടാമത്തെ ലേഖനം എഴുതുമ്പോൾ When Paul was writing to the people of Corinthians, മൂന്നാം പ്രാവശ്യം അവിടെ ചെല്ലാനായിട്ട് ഇടയായിത്തീരുകയാണ്. you see that actually the third time he is going there. അപ്പോൾ പറയാണ് രണ്ടാമത്തെ ഭാഗം, നിങ്ങൾക്കുള്ളതിനെയല്ല നിങ്ങളെ തന്നെ ഞാൻ അന്വേഷിക്കുന്നു. The word says actually, for I did not seek yours, but you yourself. കോരിന്ത്യരോട് പറയാണ്, നിങ്ങൾക്കുള്ള വസ്തുവയോ നിങ്ങളുടെ സമ്പത്തോ അല്ല, നിങ്ങളുടെ ഒന്നുമല്ല, നിങ്ങളെ തന്നെയാണ് ഞാൻ അന്വേഷിക്കുന്നത്. Apostle says, I am not looking for anything else that you possess, but I am looking for you yourself. ഇത് എന്നോടാ സംസാരിച്ചത് എന്തിനാണെന്ന് ഞാൻ ചിന്തിച്ചു. I felt that actually the God is speaking to myself. ദൈവാത്മാവിന് പറയേണ്ട കാര്യമുണ്ട്. There is something that the word of God has to say. അമേരിക്കയെ വന്നിരിക്കുക, അമേരിക്ക വെച്ചാ It have come to States at that time. അവരുടെ ഡോളറല്ല, അവരെ തന്നെ അന്വേഷിക്കാനാണ് പരിശുദ്ധാത്മാവോട് പറഞ്ഞത്. Holy Spirit is telling that actually he has come here not to seek the dollar, but to seek the അവരുടെ people. ഡോളറല്ല, അവരെ തന്നെ അന്വേഷിക്കണം. It's not the dollar, but the people who is there. That's what I'm looking for. ഇത് എൻ്റെ ഹൃദയത്തിൽ ആഴമായി പ്രവർത്തിച്ചു. This word actually had dealt with me so deep in my heart. അന്ന് മുതൽ ഒരു ഡോളറിൻ്റെയും പുറകെ ഞാൻ പോവുകയില്ല, ഞാൻ തീരുമാനിച്ചു. From the same day itself, I decided I will not go behind any dollars or money. ചിലരൊക്കെ വിരലെണ്ണാനുള്ളവർ ചിലരൊക്കെ ഇവിടെ തന്നിട്ടുണ്ട്. There are some people who have given me and helped me out. ഞാൻ ദൈവത്തോട് നന്ദിയുള്ളവനാണ്. I am thankful to God for അത് that. അതുപോലെ തന്നെ ചിലവാക്കിയിട്ടുണ്ട്. I have spent that for the God's ഞാൻ sake. അമേരിക്കയിൽ ചെന്നപ്പോൾ ആദ്യം എൻ്റെ ബന്ധപ്പെട്ടവർ, അല്ലെങ്കിൽ വൈഫിൻ്റെ ബന്ധപ്പെട്ടവർ അനേക സ്റ്റേറ്റുകളുണ്ട്. There are a lot of people who was related to my wife in different states of states. അവരെന്നെ എല്ലാവരെയും എന്നെ വിളിച്ച് സൽക്കരിച്ച് ശുശ്രൂഷിച്ചിട്ടുണ്ട്, സാമ്പത്തികമായ കാര്യങ്ങൾ തന്നിട്ടുണ്ട്. They have given me a good helping hand in ആദ്യം those ഞാൻ days. പോയപ്പോൾ 4.5 ലക്ഷം രൂപ എനിക്ക് കിട്ടി. One first time when I went, I got almost 4.5 lakh rupees. അമേരിക്കയുള്ള ഞാനത് മോൻ്റെ കയ്യിൽ കൊടുത്തു, അത് അയക്കാൻ പറഞ്ഞു. I gave it to my son and told him to send back to India, ബാങ്ക് ത്രൂ അയക്കാൻ പറഞ്ഞു. to send it through bank. ആ മോൻ എന്നോട് പറഞ്ഞു, And his son told me, പപ്പായ്ക്ക് കിട്ടിയ രൂപ 1 രൂപ പോലും പപ്പ എടുക്കരുതെന്ന് പറഞ്ഞു. the son told his to pastor that the money you got, make sure you don't take a ഇത് single penny from it. ഇന്ത്യയിലെ വേലയ്ക്ക് വേണ്ടി ഇത് മുഴുവൻ കൊടുത്തേക്കണം. Make sure you give it for the ministry in India. പപ്പയ്ക്ക് ആവശ്യമുള്ള കാര്യം ഞാൻ തന്നോളാം. Whatever you need as a father, I'll give it to you. ഞാൻ ദൈവത്തെ സ്തുതിച്ചു. I praise the Lord. അവൻ്റെ കാഴ്ചപ്പാട് ഓർത്ത് ഞാൻ ദൈവത്തെ വാഴ്ത്തി. I thank God for his vision. ആദ്യം ഞാൻ വെസ്റ്റ് ബംഗാളിലാണ് പോയി. നാട്ടിൽ ചെന്ന ശേഷം വെസ്റ്റ് ബംഗാളിൽ പോയി. After reaching India, I first went to West Bengal. അവിടെ ഓരോ സഭകളിലും ചെന്നു. I went to each and every churches there. ദൈവദാസന്മാരെ കണ്ടു. I met the pastors there. ഒരുപാട് കൂട്ടായ്മ അനുഭവിച്ചു. I had a good fellowship with them. ആവശ്യമായ കാര്യങ്ങളൊക്കെ ചെയ്യാൻ എൻ്റെ കർത്താവ് എന്നെ സഹായിച്ചു. God blessed me to help them out with the help I ഞാൻ had. കൊടുത്ത ശേഷം കുറച്ച് രൂപ മിച്ചമുണ്ടായിരുന്നു. And after all doing this, I had some money ഞാൻ left. ദൈവത്തോട് ചോദിച്ചു, I asked കുറച്ച് രൂപ ഉണ്ടല്ലോ മിച്ചം. God, I have some money left with me. നിന്റെ വീട്ടിലൊരു സാക്ഷ്യം പറയിപ്പോൾ അതൊക്കെ മിറ്റത്തൊരു കൺവെൻഷൻ നടത്താൻ പറഞ്ഞു. God told me that actually let's have a convention in our പാസ്റ്റർ courtyard. പി.ടി. തോമസിനെ വിളിച്ച് 2 ദിവസം കൺവെൻഷൻ നടത്തി. I invited Pastor P.T. Thomas and do a എൻ്റെ കയ്യിൽ നിന്ന് convention. രൂപ കുറച്ചുകൂടി ഇട്ടിട്ട് അല്ലെങ്കിൽ ആ കൺവെൻഷൻ നടക്കാൻ ഇടയായി തീർന്നു. I took money from my own pocket and did the convention. അവിടെ പലരും രക്ഷിക്കപ്പെടാൻ ഇടയായി A തീർന്നു. lot of people turned to Christ that day. ദൈവമക്കളെ, നമ്മൾ വിശ്വസ്തരായിരിക്കണം. Dear children of God, we should be faithful to God. ഇതെൻ്റെ ഒരു സാക്ഷ്യമാണ്. This is a testimony of Pastor. ഈ ലോകത്തിൽ പണത്തിന് വേണ്ടിയോ ഡോളറിന് വേണ്ടിയോ ഒരൊറ്റ വ്യക്തിയെയും സമീപിക്കാനിടയാകരുത്.
We should never seek or look for anybody who for the money or anything from this ഇത് world. ഇവിടം കൊണ്ട് തീരുന്നത് മാത്രമാണ്. This will all end over here. എനിക്കൊരു നിത്യത ഓർക്കുമ്പോൾ When we think about the eternity, ഇവിടെ കഷ്ടതയോ ബുദ്ധിമുട്ടോ ഞെരുക്കോ എന്ത് വന്നാലും അത് ദൈവനാമമഹത്വത്തിന് വേണ്ടിയായിരിക്കണം. or whatever the challenges we go through and the tribulations we go through, all should be for the glory of God. അതുമുതൽ ആരുടെയും ഒന്നും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. I never looked forward for anything from anybody. മാത്രമല്ല വാങ്ങുന്നതിനേക്കാൾ നല്ലത് കൊടുക്കുന്നതാണ് ദൈവത്തിന്റെ വചനമാണ്. The word of God says it's better to give rather than taking. അത് ഇന്ന് വരെയും അത് പരിപാലിക്കുക, അത് അങ്ങനെ തന്നെ ആയിരിക്കാൻ തക്കവണ്ണം ഞാൻ ആഗ്രഹിക്കുന്നു. I praise God and thank God and pray God that I will be able to follow that. വലം കൈ കൊടുക്കുന്ന ഇടം കൈ അറിയരുതെന്നുള്ളൊരു വേണം. And we also, when we give with the right hand, make sure left hand നമ്മളും is അങ്ങനെ known. തന്നെ ആയിരിക്കണം. We should always be like that. അനേകർക്ക് നമ്മൾ സഹായം ചെയ്യാനായിട്ടുണ്ട്. We should help a lot of people. അത് ഒരിക്കലും ഒരു അല്ലയ പ്രോപ്പഗണ്ടായി തീരാനിടയാകരുത്. We should not be putting a show out of it. നീ കൊടുക്കുന്ന രഹസ്യമായിരിക്കട്ടെ. You should be giving in secret. അങ്ങനെ കർത്താവ് നിന്നെ സഹായിക്കുക തന്നെ ചെയ്യും. And God will help you in times of need. നമ്മുടെ സാക്ഷ്യം അല്ല കർത്താവിന്റെ സാക്ഷ്യം നമുക്കൊന്ന് കാണാം. Let us look into the testimony witness of Christ. യോഹന്നാൻ സുവിശേഷം 5 അധ്യായം John chapter 5, അതിൻ്റെ 36 വാക്യം വായിക്കാം. verses 36. യോഹന്നാൻ 5:36. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പറയാണ്, എനിക്കോ യോഹന്നാന്റെ സാക്ഷ്യത്തിന് വലിയ സാക്ഷ്യമുണ്ട്. Jesus Christ is saying that I have greater witness than that of John. പിതാവ് എനിക്ക് അനുഷ്ഠിപ്പാൻ തന്നിരിക്കുന്ന പ്രവൃത്തികൾ, ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ തന്നെ പിതാവിനെ അയച്ചു എന്ന് സാക്ഷിച്ചു. So he says, പിതാവിനെ കുറിച്ച് ആണ് വാഴ്ത്തപ്പെട്ട കർത്താവ് പറഞ്ഞു. Jesus Christ is talking about the Father while speaking about his witness. പിതാവ് എന്നോട് പറഞ്ഞ പ്രവൃത്തികൾ ഞാൻ ചെയ്യുവാനായിട്ടാണ് എന്നെ വിട്ടിരിക്കുന്നത്. I have been sent so that I could do what Father has told me to do. പിതാവിനെ കുറിച്ചാണ് കർത്താവ് എപ്പോഴും പറയുന്നത്. Jesus Christ always spoke about നിങ്ങൾ Father. ഓർക്കണം, പിതാവ് പറഞ്ഞ കാര്യം മാത്രമേ കർത്താവ് പറഞ്ഞുള്ളൂ. Jesus spoke only things that he was told to say. ചെയ്യാൻ പറഞ്ഞ കാര്യം മാത്രമേ കർത്താവ് ചെയ്തുള്ളൂ. He did only things that Father told him to do. പിതാവ് പോകാൻ പറഞ്ഞിട്ട് മാത്രമേ കർത്താവ് പോയുള്ളൂ. He only went if Father says him to go. താൻ സ്വയമായി ഒരു കാര്യം ചെയ്തില്ല. He did not do anything of his own. അവസാനം ഒരു കാര്യം പറഞ്ഞു. At the end he said one thing. പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രത്തിൽ നിന്ന് മാറ്റണം. Father, if possible, take this cup off my hands. പിതാവ് മാറ്റിയില്ല. He did not do it. എങ്കിലും എൻ്റെ ഇഷ്ടമല്ല, അവിടുത്തെ ഇഷ്ടം നിറവേറട്ടെ. But it is not my wish, but your wish be fulfilled. പിതാവിന്റെ ഇഷ്ടം ഈ പാനപാത്രം കുടിക്കുക എന്നുള്ളതായിരുന്നു. So the Father's desire was that Jesus would drink this. ആ പാനപാത്രം കുടിച്ചുകൊണ്ടാണ്, ആ കാൽവറിയിലേക്ക് പോയതുകൊണ്ടാണ് ഇന്ന് നമുക്കിന്ന് സഭയായിട്ട് ഇവിടെ ഇരിപ്പാനായിട്ട് ഇടയായിത്തീർന്നത്. It is because of Jesus Christ's sacrifice that we as a church were able to sit here today. കർത്താവിൻ്റെ വിജയദാസൻ ഇവിടെ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ പറയുണ്ടായി, ശരീരത്തെക്കുറിച്ച് പറയുണ്ടായല്ലോ. Today morning pastor was speaking about the body of Christ. ഞാൻ നിങ്ങളോട് ഒരു കാര്യം കൂടെ പറയാം. Let me tell you one more thing. പുതിയമത്തിലെ 2 പദങ്ങൾ പഴയത്തിൽ ഇല്ലാത്ത കാര്യങ്ങളാണ് പുതിയമത്തിലുള്ളത്. There are 2 words that you see only in New Testament but not in the old one. ഒന്ന് ഫെലോഷിപ്പ്. One is fellowship. 2 ബോഡി. Second one is the body. സ്തോത്രം. നമുക്കറിയാം, അപ്പോസ്തലപ്രവൃത്തി 2 അധ്യായത്തിന് 42 വാക്യം വായിക്കുമ്പോൾ പ്രകാരമുണ്ട്. അവര് സ്തോത്രം വായിച്ച് 42 അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു. 1 ഉപദേശം കേട്ടു, 2 കൂട്ടായ്മ അയച്ചു, ഫെലോഷിപ്പ്. They had fellowship. അടുത്ത് അപ്പം നുറുക്കി. They were able to break the bread together. പ്രാർത്ഥന കഴിച്ചു പോകുന്നു. And they were praying together. ഫെലോഷിപ്പ് അപ്പം നുറുക്കുകയും ചെയ്തു. And in fellowship they were able to break the bread. നമുക്ക് ഏറ്റവും ആവശ്യമായ കാര്യമാണ് ഫെലോഷിപ്പ്. The most important thing that we need is fellowship. ആ ഫെലോഷിപ്പിനാണ് നമ്മൾ ഇവിടെ കടന്നു വരുന്നത്. That is, we are come here for that fellowship. അപ്പം തന്നെ നമ്മൾ ഹല്ലേലൂയ സ്തോത്രം ഈ അപ്പം നുറുക്കുകയും ചെയ്യുന്നുണ്ട്. And we break the bread at the same time. കാരണം
ഒരപ്പമാണ്, അപ്പത്തിന്റെ അംശികളാണ് നമ്മളെല്ലാവരും. Because we are all one bread and we are all a part of the same bread. കർത്താവ് പറഞ്ഞല്ലോ, the body of the Christ, എന്റെ ശരീരമാകുന്ന സഭയെ കുറിച്ച്. Jesus said actually the body of Christ, the church. ആ ശരീരത്തിലെ അവയവങ്ങളാണ് നമ്മൾ ഓരോരുത്തരും. We are all the different organs of the same body. അവയവങ്ങൾ തമ്മിൽ വലിയ ബന്ധമാണ്. There is a great relationship between the organs. കാലും കണ്ണും എല്ലാം ആവശ്യമായ അവയവങ്ങൾ. We all as a hands, legs and eyes. ഇത് തലയോട് ബന്ധപ്പെട്ടതാണ്. They're all actually joined to the head. തലയാകുന്ന യേശുക്രിസ്തുവുമായിട്ട് ബന്ധപ്പെട്ട ശരീരഭാഗങ്ങളാണിത്. We are all at the part of the same body where the Christ is a head. ആത്മീയമായിട്ട് നമ്മൾ കാണുന്ന ആത്മീയ ശരീരമാണ്. We are all a spiritual body. നമുക്ക് അന്യോന്യം ബന്ധമുണ്ട്. There is a relationship between each other. ആ ബന്ധം നമുക്ക് വ്യക്തമാക്കുവാനായിട്ട് നമുക്ക് കൂട്ടായ്മ തരുന്നത്. That is why we have fellowship, so we would know the relation. ആ ബന്ധത്തിൽ നമ്മൾ ജീവിക്കണം. In that relationship we should be ഒരു അവയവത്തിന് വേറെ അവയവത്തിനോട് ഒരു പിണക്കവും ഇല്ല. There should not be any grievance between two organs. ഒരിക്കലും ഒരു പിന്നെ കയ്പില്ല. There will be no soreness in between the organs. കണ്ണിന് അറിയാം, മറ്റ് നരമ്പുകളില്ലെങ്കിൽ കണ്ണിന് കാണാൻ ഒക്കത്തില്ല. If the nerves are not working, the eyes can't have the sight. കൈക്ക് ഹല്ലേലൂയ ഇവിടെ പ്രവർത്തിച്ചില്ലെങ്കിൽ ഹല്ലേലൂയ എനിക്ക് കൈക്ക് പ്രവർത്തിക്കാൻ ഒക്കുകയില്ല. If the shoulder is not working, the arms can't എല്ലാ move. അവയവങ്ങളും തമ്മിൽ വലിയ ബന്ധമുണ്ട്. So all the organs put together has a great relationship. We should remember that. അത് നമ്മൾ ഓർക്കുന്ന കർത്താവിന്റെ മേശ വരുമ്പോൾ നമ്മൾ പ്രത്യേകം ഓർക്കുന്ന കാര്യം ഇതാണ്. That's for every day when we come to the Lord's table we will think about it. The body of Christ. സ്തോത്രം. പിന്നെ എബ്രായ ലേഖനം 10:5 വായിച്ചേ. Hebrews chapter 10 verses 5. കണ്ടോ? സ്തോത്രം. ആ ആ ആ അപ്പോൾ അതെ, ആകയാൽ ലോകത്തിൽ വരുമ്പോൾ ഹനനയാഗവും വഴിപാടും നിശ്ചയിച്ചില്ല, എന്നാൽ ഒരു ശരീരം നീ എനിക്ക് ഒരുക്കിയിരിക്കുന്നു. Wherefore when he cometh into the world, he said, sacrifice and offering thou wouldest not, but a body hast thou prepared me. Hebrews 10:5 വേദോസുള്ളവരെ എടുക്കണം, നല്ല കാര്യം മനസ്സിലാവുള്ളൂ. സ്തോത്രമല്ലിയ. അപ്പോൾ ലോകത്തിൽ കർത്താവ് ജഡത്തിൽ വന്നപ്പോൾ വചനം ജഡമായി തീർന്നു. ഈ കർത്താവ് ലോകത്തിൽ വന്നപ്പോൾ ഇവിടെ എഴുതിയിരിക്കുകയാണ്, ഹനയാഗവും വഴിപാടും നീ ഇച്ഛിച്ചില്ല. We see that actually Jesus Christ was not interested in offerings and sacrifice when he came to this world. ശരീരം നീ എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നു. But you prepared a body for me. ഈ ശരീരമാണ് നമുക്ക് വേണ്ടി തകർക്കപ്പെട്ടത്. It is this body that was broken for us in Christ. അതുകൊണ്ട് ദൈവം സർവാംഗ ഹോമങ്ങളിലും പാപയാഗങ്ങളിലും പ്രസാദിച്ചില്ല. So in burnt offerings or sacrifices for sin he had no pleasure. അപ്പോൾ ഞാൻ വരുന്നു. So he said, I am coming. പുസ്തകത്തിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. In the volume of the books it is written of me. അതായത് ഹല്ലേലൂയ, മോശയുടെ പുസ്തകം തൊട്ട് സകല പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തനത്തിലും എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. We see that from the book of Moses to all the Psalms and all the books it is written about me. ദൈവമേ, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു. To do thy will, O God, I come. അപ്പം പിതാവിന്റെ ഇഷ്ടം ചെയ്യുവാനായിട്ട് പുത്രൻ വന്നു. So the Son has come to do the will of അപ്പം God. പിതാവിനെ ഉയർത്തി കാണിക്കുന്നതാണ് അവന്റെ സാക്ഷ്യം. So the testimony of Jesus is to lift the word of God. എത്ര ശ്രേഷ്ഠമേറിയ കാര്യമാണ്. What a blessed thing that is. നമുക്ക് കർത്താവിനെ ഉയർത്തുന്നത് എത്രയോ ശ്രേഷ്ഠമേറിയ കാര്യമാണ്. What a grateful thing is to praise the Lord. ഞാനൊരു കാര്യം കൂടെ നിങ്ങളെ കർത്താവിന്റെ സാക്ഷ്യത്തെ കുറിച്ച് ഒരു കാര്യം കൂടെ പറയാം. Let me talk about more thing about my testimony. പിന്നെ മത്തായിയുടെ സുവിശേഷം 22 അധ്യായം എടുക്കാം. Let's go into Matthew chapter 22. ലൂക്കോസിന്റെ സുവിശേഷം 22. Luke chapter 22. അതിൻ്റെ 66 തൊട്ടുള്ള വാക്യം വായിക്കുമ്പോൾ from verses 66. ഒരു സാക്ഷ്യമാണ്. It is a testimony. വായിച്ചേ 22:66. ന്യായാധിപ സംഘം കൂടി വന്നു. ഒരു ചോദിക്കാം, ശ്രദ്ധിക്കണം. നീ ക്രിസ്തു എങ്കിൽ ഞങ്ങളോട് പറയുക എന്ന് പറഞ്ഞു. അവർ പറയാം. അടുത്ത വാക്യം, അവൻ അവരോട്
ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുകയില്ല. ഉത്തരം പറയുകയില്ല. അടുത്ത വാക്യം. ഇന്ന് മുതൽ ക്രിസ്തു എന്നാ ചോദിച്ചവർ, കർത്താവ് ആൻസർ പറഞ്ഞെന്നാ, ഇന്ന് മുതൽ മനുഷ്യപുത്രൻ ദൈവശക്തിയുടെ വലത്തുഭാഗത്ത് ഇരിക്കുമെന്ന് പറഞ്ഞു. They asked him, Art thou the Christ? Tell us. And he said unto them, If I tell you, you will not believe. And if I മനുഷ്യപുത്രൻ, Son of God. യേശു ക്രിസ്തു ജഡത്തിൽ വന്നപ്പോൾ നമുക്കറിയാം മനുഷ്യപുത്രനാണ്. He said that when Jesus came to this world, he became a son of man. 100% ദൈവവും 100% മനുഷ്യനുമാണ്. He was 100% God and 100% man at the same time. ദൈവത്തെ മാറ്റിവെച്ചിട്ടല്ല വന്നത്, ദൈവം തന്നെയാണ്. It is not actually he has put away his power എന്നാൽ of God. നമ്മളെപ്പോഴും ഇവിടെ അവതരിച്ചു 100% മനുഷ്യൻ തന്നെയാണ്. And he came just like us and became a man like us. മനുഷ്യപുത്രൻ തന്നെയാണ്. He is a son of man. അതാണ് പറഞ്ഞത്, ഇന്ന് മുതൽ മനുഷ്യപുത്രൻ ദൈവശക്തിയുടെ വലത്തുഭാഗത്ത് ഇരിക്കുമെന്ന് പറഞ്ഞു. Hereafter shall the Son of Man sit at the right hand of the power of God. അടുത്ത വാക്യം വായിച്ചേ. എന്നാൽ അവർ ചോദിച്ചു, മഹാവിദ്വാന്മാർക്കറിയാം, അവർ ചോദിച്ചതാ, എന്നാൽ നീ ദൈവപുത്രൻ തന്നെയോ എന്ന് ചോദിച്ചു. And they asked, Are you the Son of God then? മനുഷ്യപുത്രൻ. അവർ ചോദിച്ചു, നീ ദൈവപുത്രനാണോ? And they asked him, Are you the Son of God? അടുത്ത് പറഞ്ഞു, എന്താ പറഞ്ഞു? നിങ്ങൾ പറയുന്ന ശരി, ഞാനാകുന്നു എന്ന് പറഞ്ഞു. And Jesus said, actually, what you say is correct. I am the one I am. അവിടെ മനുഷ്യപുത്രനുമാണ്, ദൈവപുത്രനുമാണ്. So we see that actually he is a son of man, at the same time he is a son of God. അടുത്ത വാക്യം. അപ്പോൾ നമുക്ക് ഇനി സാക്ഷ്യം കൊണ്ട് നമുക്ക് എന്താ യോഗ്യം? So it says, what need we any further witness? എന്താവശ്യം? What do we need that for? നാം തന്നെ അവന്റെ വാമൊഴി കേട്ടുവല്ലോ എന്ന് പറഞ്ഞു. We had heard him speaking. യേശു ക്രിസ്തുവിന്റെ അവസാന സാക്ഷ്യങ്ങളായത്. That is the last witness of Jesus Christ. മനുഷ്യപുത്രനും ദൈവപുത്രനും. He said the Son of Man and Son of God. അവർക്കിത് അറിയാഞ്ഞിട്ടല്ല. It is not that they knew about it. പക്ഷേ ദൈവത്തോട് സമമാക്കിയതുകൊണ്ട് അവർക്ക് ഒട്ടും പിടിച്ചില്ല. They did not like us because he spoke equal with God. സാക്ഷ്യം പറയുമ്പോൾ പിടിക്കാതെ വരും. There are moments when actually you be witness and people don't like you. പിടിച്ചില്ലെങ്കിലും സാക്ഷ്യം പറയണം. Even if people don't like it, you have to be a witness. സാക്ഷ്യം എല്ലാവർക്കും ചിലപ്പോൾ ഇഷ്ടമായി കാണുകയില്ല. Not all people would like it. പക്ഷെ നീ ചെല്ലുന്നിടത്തൊക്കെ ഇന്നൊരു കർത്താവ് സാക്ഷ്യം വഹിക്കണം. But wherever you go, be a witness of ദൈവം Christ. നിന്നെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. God will bless you. ദൈവം നിന്നോട് കൂടിയുണ്ട്. God will be with you. പൗലോസിന്റെ ഒരു സാക്ഷ്യം അല്ലയ്യ ഞാൻ നിങ്ങളോട് പറയാം. Let me tell you a testimony of Paul. അപ്പോസ്തല പ്രവൃത്തി 22:14-15 വാക്യം വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി Acts 22 verse 14 and 15. ഇവരെ പൗലോസ് യെരുശലേമിൽ ചെന്നൊരു സാക്ഷ്യം പറയാണ്. Paul is giving a testimony in Jerusalem. അപ്പോൾ അവനോട് ഞാൻ ആ കാഴ്ച കണ്ടപ്പോൾ അവൻ എന്നോട് പറയും, കർത്താവ് പറയാണ്, നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം നിന്നെ തൻ്റെ ഇഷ്ടം അറിയുവാനും നീതിമാനായവനെ കാണുവാനും അവൻ്റെ വായിൽ നിന്ന് വചനം കേൾപ്പാനും നിയമിച്ചിരിക്കുന്നു. The God of our fathers has chosen thee, that thou shouldest know his will, and see that just one, and shouldest hear the voice of his mouth. ദൈവം നിന്നെ തൻ്റെ ഇഷ്ടം അറിയുവാനായിട്ട്, ദൈവത്തിൻ്റെ ഇഷ്ടം അറിയുവാനായിട്ട്, നീതിമാനായനെ കാണുവാനായിട്ട്, മാത്രമല്ല അവൻ്റെ വായിൽ നിന്ന് വചനം കേൾപ്പാനായിട്ട് നിയമിച്ചിരിക്കുന്നു. He said that God has ordained that actually that everybody would know the will and see the just one and should hear the voice of his mouth. 15 നീ കാണുകയും കേൾക്കുകയും ചെയ്തതിന് സകല മനുഷ്യർക്ക് നീ അവൻ്റെ സാക്ഷിയായി. So you will be a witness unto all men of what thou hast seen and heard. ഇവര് രുചിച്ചറിഞ്ഞ കാര്യമാണ് പറഞ്ഞത് കർത്താവിൽ നിന്നും. They told about what they have tasted from God. യോഹന്നാന്റെ ലേഖനത്തിൽ നമ്മൾ കാണുന്നത് തന്നെയാണ്. We see also this in the book of John. കേട്ടു രുചിച്ചറിഞ്ഞ കാര്യമാണ്. They heard about it, they saw it, and they tasted it. They cannot withhold saying അതൊരു it. സാക്ഷ്യമായിരിക്കും. That is a witness for them. ദൈവത്തിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകും. May the name of Jesus be glorified. എന്നാൽ വേറെ കാര്യം നിങ്ങളോട് പറയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. സമയം കുറവാണെങ്കിൽ പറയാം. I want to tell about one more thing.
നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഒരു കാര്യം പറഞ്ഞു. Now, Jesus told about something. മത്തായി സുവിശേഷം 7 അധ്യായത്തിൻ്റെ 24-ാമത്തെ വാക്യം വായിക്കാം. മാത്യു ചാപ്റ്റർ 7:24. ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവരൊക്കെയും പാറമേൽ വീട് പണിതു. നമുക്കറിയാം, നമ്മൾ കേട്ടിട്ടുണ്ട്. വചനങ്ങളെ കേട്ട് ചെയ്തവൻ. 26-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഈ വചനങ്ങളെ കേട്ട് ചെയ്യാത്തവനൊക്കെയും. ഇതന്നെ അതിൻ്റെ വ്യത്യാസം. What is the difference between the two? മണലിന്മേൽ വീട് പണിയുക എന്ന് പറഞ്ഞാൽ മണ്ണിന്മേലാണ്. What about building a house on a sand? That means it's on mud. ഞാൻ നിങ്ങളോട് പറയട്ടെ, കോട്ടയത്ത് പടിഞ്ഞാറ് ഭാഗം മുഴുവൻ, കൊമരകം അങ്ങോട്ടുള്ള ഭാഗം മുഴുവൻ കായൽ തീരവും അതുപോലെ നദിയുടെ തീരവുമാണ്. On a side of Kottayam, there is a lot of lakes and a seaside. അവിടെ മണ്ണിന്മേലാണ് അനേക വീട് പണിതിരിക്കുന്നത്. A lot of houses are built on mud. വർഷങ്ങളായിട്ടുണ്ടോ വീട്? For years there are houses. ആ വീടൊന്നും പോയിട്ടില്ല. Those houses are not gone. അപ്പോൾ ഇവിടെ പറഞ്ഞപ്പോൾ നമ്മൾ ഓർക്കല്ലേ മണ്ണിന്മേൽ വീട് പണിത്. But as per this example, if you build a house on this mud, പാറമേൽ വീട് നമുക്കറിയാം. ശരി, വചനങ്ങളെ കേട്ടു ചെയ്യാത്തവർ മണ്ണിന്മേൽ വീട് പണിതുപോലെയാണ്, അല്ലേ? yes. The one who did not believe and did not do the word is like the one who built the house on the sand. ഞാനൊരു സാക്ഷ്യം പറയാം. Let me tell you a witness. അമേരിക്കയിലുള്ള ഒരു സഹോദരി, കത്തോലിക്ക വിശ്വാസത്തിലുള്ള ഒരു സഹോദരിയാണ്. A lady in US who goes to a Catholic church. ഉണ്ടായ കാര്യമാണ്. This is an actual event. പിന്നെ പുള്ളിക്കാരത്തി അവിടെ നല്ല ജോലിയാണ്. She was in a good job in there. 3 മക്കളുണ്ട്. She had 3 children. മൂന്നാമത്തെ മോളുണ്ടായപ്പം അതിനെ നേഴ്സിങ്ങിന് വേണ്ടി പിന്നെ വിടാവുന്ന പുള്ളിക്കാരത്തി നേർന്നു. She decided and she made an oath that actually she would be sending the third child to nursing. അതിന് കാര്യമുണ്ട്. ഈ മോളെ പ്രസവിച്ചപ്പോൾ വലിയ പ്രശ്നത്തിലൂടെയാണ് പുള്ളിക്കാരത്തി കടന്നു പോയത്. She actually had to go through a lot of challenges during delivering the third baby. തനിക്ക് ബോധമില്ലായിരുന്നു. She did not have consciousness. കുഞ്ഞിനെയും ഈ തള്ളയും കിട്ടുമെന്നുള്ള ബോധ്യമില്ലായിരുന്നു. They did not know that actually whether we will lose the mom and baby. എന്നാൽ അവള് മാതാവിൽ വലിയ വിശ്വാസമുള്ളവളായിരുന്നു. But she had a great faith in mother. മാതാവിനോട് പ്രാർത്ഥിക്കും. She used to pray to Mother Mary. പ്രാർത്ഥിക്കും. അവിടെ വീട്ടുകാരൊക്കെ മദർ മേരിയോട് പ്രാർത്ഥിക്കും. The whole household used to pray to Mother Mary. പിന്നെ ഓപ്പറേഷൻ സമയം പിന്നെ ഡോക്ടേഴ്സ് പറഞ്ഞു കുഞ്ഞിനെ നമുക്ക് രക്ഷിക്കാമെന്ന് പറഞ്ഞു. During the operation time, the doctor said maybe the child we can save. ആ കുഞ്ഞിനെ ദൈവകൃപയാൽ രക്ഷിച്ചു. And they were able to, by God's grace, they were able to save the child. 2 ഡോക്ടർമാർ പറഞ്ഞു ഈ സ്ത്രീ മരിച്ചു പോയി എന്ന് പറഞ്ഞു. The 2 doctors certified that actually the lady has passed away. അതുപോലെ പ്രശ്നങ്ങളായിരുന്നു. She was going through a lot of challenges. ഞാൻ ഒരു ഡോക്ടർ പറഞ്ഞു ഞാൻ ഒന്നുകൂടെ നോക്കാമെന്ന് പറഞ്ഞു. And one doctor said, okay, let me take a look once again. ഒരു ഇഞ്ചക്ഷൻ കൊടുത്തു. He gave an injection. അല്പം കഴിഞ്ഞ് ഒരു ചെറിയ നാഡി ഒരു സ്പന്ദനം ഉണ്ടായി. And after some time there was a small moment of life in her body. അങ്ങനെ ചില ദിവസങ്ങൾ തന്നെ അവിടെ കിടന്നു. And for some days she was in the hospital. പുള്ളിക്കാരത്തി ജീവൻ പ്രാപിച്ചു. She recovered. ആ പുള്ളിക്കാരത്തിയെ ശുശ്രൂഷിച്ച നേഴ്സ് കണ്ടിന്യൂസ് ആയിട്ട് ശുശ്രൂഷിച്ചു. The nurse who was taking care of her was continuously taking care of her. ആ കിടപ്പിൽ തീരുമാനിച്ച് എനിക്ക് ഈ കൊച്ചിനെ തന്ന് ഞാൻ നേഴ്സാക്കും. So he said that if you give this baby to me, I will make her a nurse. മാതാവ് എന്നെ വിടുവിച്ചെന്ന് പറഞ്ഞു. She said actually it is Mother Mary who delivered me. നമ്മൾ സമ്മതിക്കുമോ മാതാവ് വിടുവിച്ചെന്ന്? Will we accept actually Mother Mary has actually delivered her? നമ്മളാരും സമ്മതിക്കില്ല. We would never accept it. ദൈവമാണ് വിടുവിച്ചത്. സത്യമതാ. It is God who delivered. മാതാവൊന്നുമല്ല. It is not Mother Mary. അവർ വിശ്വസിക്കുന്നത് മാതാവാണ്. But they believe it is Mother Mary who did it. അതാണ് ഇതിൻ്റെ വ്യത്യാസം. That is a difference മറ്റേ we see. വചനം കേട്ട് പണിയപ്പെടുന്നതാണ് പാറമേൽ. So when we hear the word and obey, it is a house built on the rock. അനുഭവത്തിൽ പണിയുന്നതാണെങ്കിൽ അതാണ് മണ്ണിന്മേൽ പണിയുന്നത്. It is through your experience. If you do it, you build it on the mud. പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായോ? Did you understand? പല അനുഭവങ്ങൾ നമുക്കുണ്ടാകാം. There could be a lot of experiences in our life. അനുഭവങ്ങൾ പണി നടക്കുകയാണെങ്കിൽ മണ്ണിന്മേലുള്ള പണിയായിരിക്കും. If you build on your experience, it will be a house built on the rock. വചനത്തിലുള്ള പണിയാണെങ്കിൽ പാറമേലുള്ള പണിയായിരിക്കും. But if you build on the word of God, it will be a house. അതാണ് അതിന്റെ വ്യത്യാസം.
That is a difference in പല this. സാക്ഷികൾ നമ്മൾ കേൾക്കാറുണ്ട്. We hear a lot of എന്നാൽ testimonies. വചനത്തിന്റെ അടിസ്ഥാനത്തിൽ പണിയപ്പെടുന്ന പണി മാത്രമേ നിൽക്കുകയുള്ളൂ. It is only if you build on the word, it will stand. അനുഭവങ്ങൾ പിന്നെ മാറി മാറി വരും. The experience could keep changing. അതെന്നും കിട്ടുകയില്ല. It may not get every day. അതിലല്ല പണി നടക്കേണ്ടത്. It is not on that you build. അതുകൊണ്ടാണ് കർത്താവ് ഇവിടെ പറഞ്ഞത് മണ്ണിന്മേൽ പണിത പണി. That is why Jesus is saying that the അതിന്റെ house that അർത്ഥം was നിങ്ങൾക്ക് built on sand. മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. I hope you understood the difference. ദൈവത്തിന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തിലുള്ള പണിയായിരിക്കണം പണി. Our foundation should be built on അങ്ങനെ Jesus. ഉണ്ടെങ്കിൽ അത് നിലനിൽക്കും. Then it will stand forever. അവർക്ക് സാക്ഷ്യം പറയാൻ കഴിയും. They can be witness of അവിടെ God. ഭൂമിയുടെ അറ്റത്തോളം പോയി സാക്ഷികളായി തീരും. They will go to the end of the world and ഈ be a വചനങ്ങൾ testimony. ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. May the God bless us with these നമുക്ക് words. കണ്ണുകളെ അടയ്ക്കാം. Let us close our eyes. സ്നേഹം നിറഞ്ഞവനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, എവിടെയും നിന്റെ സാക്ഷ്യം വഹിപ്പാൻ കർത്താവ് തന്ന കൃപയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യും. പ്രിയപ്പെട്ടവരോടൊന്നിച്ച് ഈ സഭയോടൊന്നിച്ച് അതെ കഴിഞ്ഞ 6 മാസക്കാലം ഇവിടെ കർത്താവിൻ്റെ കൂട്ടായ്മ അനുഭവിപ്പാൻ തന്ന ഭാഗ്യത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കടന്നു വന്ന എല്ലാവരെയും ഓർത്ത് കർത്താവിൻ്റെ വിരദാസന്മാർക്കായും കടന്നു വന്ന ഓരോ സഹോദരന്മാർക്കായും ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. ദൈവമേ, നിങ്ങളെ എല്ലാ പ്രിയപ്പെട്ടവരെയും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അനുഗ്രഹിക്കുകയാണ്. രോഗികളായിരിക്കുന്നവർക്ക് പരിപൂർണമായ സൗഖ്യം നൽകണം. ഭവനത്തിലായിരിക്കുന്നവരെ നീ വിടുവിക്കണം. കഷ്ടപ്പെടുന്ന ശാരീരികമായി കഷ്ടം അനുഭവിക്കുന്നവരെ വിടുവിക്കണം. മാനസികമായി തകർന്നിരിക്കുന്നവരെ വിടുവിക്കണം കർത്താവേ. ജോലിയില്ലാത്തവർക്ക് തത്സമയത്ത് ജോലി കൊടുക്കണം. സാമ്പത്തികമായി ജനിക്കുന്നവർക്ക് നീ കൊടുക്കണം കർത്താവേ. ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതിനെ നീ സഹായിക്കണം കർത്താവേ. നന്ദിയോട് സ്തോത്രം. ഓരോ കുടുംബങ്ങൾക്ക് ആവശ്യമുള്ളത് നീ കൊടുക്കുമാറാകണമേ. അവരെ ആത്മീയമായിട്ട് വളരുവാൻ, ആത്മീയമായി വലിയ കാഴ്ചപ്പാടുള്ളവരായി, ദർശനമുള്ളവരായി, വെളിപ്പാടുള്ളവരായി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ യാചിക്കുന്നു പിതാവേ. കരുണയോടെ കേൾക്കുമാറാകണമേ.